ഹലോ ഡിയേഴ്സ്, ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു റീഡിംഗ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. Universe, please guide me. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. റിലേഷൻഷിപ്പിൽ പാർട്ട്ണറുമായി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത് വഴി നിങ്ങളുടെ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറ്റാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ബ്ലോക്ക് ആണെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാനായി സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്നും എടുക്കുന്നതാവരുത്. സ്വന്തമായി തന്നെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ തീരുമാനത്തിൽ എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പല വഴികളും കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണെന്നുള്ളത് കാണുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വഴി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യമാണോ എന്ന് 2 വട്ടം ചിന്തിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലെ ശാന്തതയിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുന്നതാണ്. ഇന്ന് ചിലവർക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതുമാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ കുറേ കാലമായി ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികപരമായി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കേണ്ട സമയം കൂടിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതാണ്. ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. അത് ഭാവിയിലെ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിന്ന് സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാനായിട്ടിടയുണ്ട്. ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകാതെ നോക്കേണ്ട സമയം കൂടിയാണ്. നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങളുടെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആയിരുന്നുവെങ്കിൽ അതെല്ലാം ബ്ലോക്ക് മാറിയതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെ ശക്തമാണെന്ന് കാണുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ നടക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കരിയറിൽ പ്രമോഷൻ, റെക്കഗ്നീഷനൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് കാണുന്നു.
ഇന്ന് നിങ്ങൾ പുതിയൊരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ആയിരിക്കാം, അത് തുടങ്ങി വെക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ദൈവിക പിന്തുണയോടെ ഇന്നത്തെ ദിവസം വിജയകരമാവുന്നതാണ്. ഭയമല്ല, ധൈര്യമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ കീവേഡ് എന്ന് പറയുന്നത്. എന്ത് കാര്യം ഭയത്തോടെ അല്ല, ധൈര്യത്തോടെയാണ് നിങ്ങൾ ഇന്ന് സമീപിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്ത് കാര്യത്തിനും ആത്മവിശ്വാസം പുലർത്തുക. തെറ്റായ വഴികൾ നിങ്ങൾ നിരീക്ഷിക്കുക. സാമ്പത്തിക മാറ്റങ്ങളെ ഭയപ്പെടാതെ കൈകാര്യം ചെയ്യുക. ദൈവത്തോട് കൂടുതൽ അടുക്കാനായി ശ്രമിക്കുക. ഇന്ന് തുടങ്ങി വെക്കുന്ന ചെറിയ കാര്യങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. തീരുമാനങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക. ദഹന പ്രശ്നങ്ങൾ, തലവേദന, തളർച്ച എന്നിവ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് കാണുന്നു. ഇന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കുമ്പോഴും ഉറക്കവും വിശ്രമവും കുറയാതെ നിങ്ങൾ നോക്കുക. ശരീരത്തിനും മനസ്സിനും വിശ്രമം തീർച്ചയായും നിങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.